കർണാടക കാർവാറിൽ ദേശീയപാതയിൽ പാലം തകർന്ന പുഴയിൽ വീണ ലോറി കരയ്ക്കെത്തിച്ചു. ദൗത്യത്തിന് പിന്നിൽ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഈ മാസം 7-നാണ് കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്ന ലോറി പുഴയിലേക്ക് വീണത്. കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേർന്നുണ്ട്. സോണൽ, ഈശ്വർ മാൽപ്പയുടെ സംഘം അതിവിദഗ്ധമായി തന്നെ ലോറി കരയ്ക്കെത്തിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനിയുള്ള മറ്റ് ദൗത്യങ്ങൾ നമുക്കറിയാം, ഷിരൂരിൽ നടക്കുന്ന ദൗത്യം, ആ ഒരു ദൗത്യത്തെ കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നത് തന്നെയല്ലേ ഒരുപക്ഷെ ഈ ഒരു ദൗത്യം ഈശ്വർ മാൽപ്പയ്ക്ക് വിജയിക്കാനായതിലൂടെ നമുക്ക് കരുതേണ്ടത്? വിഷ്ണു, പ്രധാനമായി പറയേണ്ടത് ഈശ്വർ മാൽപ്പയുടെ ഈ ഒരു ദൗത്യം അത് വിജയം കണ്ടത് നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഷിരൂരിൽ അർജുൻ്റെ ലോറിക്കായുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെ ഇന്ന് സ്വാതന്ത്ര്യ ദിനമായതിനാൽ തൽക്കാലം സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ തിരച്ചിൽ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ കാർവാറിൽ കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്ന് താഴെ പതിച്ച ആ ലോറിക്കായി തിരച്ചിൽ നടത്തുന്നത്. പക്ഷെ ആ ലോറി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. ആ ദൗത്യം പൂർണ്ണ വിജയത്തിലേക്ക് ഏകദേശം 7:30-8 മണിയോട് കൂടി എത്തുന്ന സാഹചര്യം ഉണ്ടായി. രാവിലെ 9 മണിക്ക് ശേഷമാണ് ഈ ഒരു ദൗത്യം ആരംഭിച്ചത്. ഏകദേശം 9:30 കൂടി ദൗത്യം ആരംഭിക്കുന്നു. വൈകിട്ട് 8 മണിയോട് കൂടി ദൗത്യം വിജയം കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ പാലം തകർന്ന അന്ന് തന്നെ ഈ ലോറിക്കകത്തുണ്ടായിരുന്ന ഡ്രൈവറെ രക്ഷപ്പെടുത്തി എന്നാണ് പരിസര പ്രദേശത്തുള്ളവർ പറയുന്നത്. എന്തായാലും ലോറി ഇന്നാണ് വീണ്ടെടുത്തത്. ഇത് വലിയ പ്രതീക്ഷ അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ലോറിയിൽ ഉപയോഗിച്ച കയർ ഉൾപ്പെടെ ലഭിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാം, പാറയും അതുപോലെ മരക്കഷ്ണങ്ങളും അടിത്തട്ടിൽ, പുഴയുടെ അടിത്തട്ടിൽ കവിഞ്ഞ് നിൽക്കുന്നതിനാൽ അത് മാറ്റിയുള്ള പരിശോധനയാണ് വേണ്ടത്. അതിനാൽ ട്രജർ ഉൾപ്പെടെയുള്ളവ തിങ്കളാഴ്ചയോട് കൂടി എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായ സംവിധാനങ്ങളോടുകൂടിയും തടസ്സമായി പറഞ്ഞിരുന്ന 2 പാലങ്ങളും മറികടന്ന് അത് എത്താൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെയും മറ്റന്നാളും അത് കഴിഞ്ഞിട്ടുള്ള ദിവസവും ഈശ്വർ മാൽപ്പയുടെയും നേവിയുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനിടയിൽ മറ്റേതെങ്കിലും സൂചന കിട്ടിയാൽ ഈ ട്രജർ ഉൾപ്പെടെ എത്തിക്കുന്ന കാര്യം വേഗത്തിലാക്കുമെന്ന കാര്യം കൂടി MLA പറയുന്നുണ്ട്. വിഷ്ണു, സോണലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.